ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കരിയർ ജേണി വീഡിയോ ആയിട്ടാണ്. നമ്മളുടെ സാറ്റർഡേ മീറ്റിംഗിൽ നമ്മുടെ ഒരു മെമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചു, അടുത്ത കരിയർ ജേണിയുടെ വീഡിയോ വാച്ച് ചെയ്യാനും വേണ്ടി നിൽക്കുകയാണ്. അത് അവർക്ക് അവരുടെ ഒരു മോട്ടിവേഷന്, കാരണം നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ അവരതും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മോർണിംഗിൽ ഇതിലിരുന്നത് കേട്ടോ. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തതും സഡൻ ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് ഇറങ്ങുമ്പോൾ അറിയാലോ, നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ട്സ് അതുപോലെ ഫാമിലിയിലുള്ളവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് വല്ല വട്ടും ഉണ്ടോ. അപ്പൊ അത് വട്ട് എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം ഞാൻ ലാസ്റ്റ് കരിയർ ജേണിയുടെ വീഡിയോ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞതായിരുന്നു. എന്താന്ന് വെച്ചാല് 2016 ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പുള്ള അറബ് സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് ഈ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യാനുള്ള കാര്യം. പക്ഷേ കൊറോണയ്ക്ക് ശേഷം കാര്യങ്ങൾ ടോട്ടലി ചേഞ്ച് ആയി, മാനേജ്മെന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു. അതുവരെ കണ്ട ഒരു ഇതേ അല്ല, സിസ്റ്റമേ അല്ല, ഒട്ടും പ്രൊഫഷണലിസം ഇല്ല, ടീച്ചേഴ്സിന് ഒരു റെസ്പെക്റ്റ് ഇല്ല. എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയാ, നെഗറ്റീവ് എനർജി ആയിരുന്നു കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ, എന്നാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഇത്രയും വർഷം ആ സ്കൂളിൽ വർക്ക് ചെയ്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റേത് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തതിനേക്കാളും കൂടുതലാണ് എന്നെനിക്ക് പറയാതിരിക്കാനും വയ്യ. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ, ഒക്ടോബർ 31 എൻ്റെ ലാസ്റ്റ് ഡേ. അതായത് സെപ്റ്റംബർ 23 റെസിഗ്നേഷൻ കൊടുത്തു. 1 മന്ത് ബിഫോർ നമ്മൾ ഇൻഫോം ചെയ്യണം സ്കൂളിൽ. അതാണ് സ്കൂളിന്റെ റൂള്. അപ്പൊ നിങ്ങൾ അറിയാത്തവരുണ്ടാകും, അപ്പൊ നമ്മൾ എപ്പോഴാണെങ്കിലും അങ്ങനെ കൊടുക്കണം. അക്കാദമിക് ഇയർ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ആ സ്കൂളിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് പോകണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു നോട്ടീസ് പീരീഡിന്റെ പ്രശ്നം വരുന്നില്ല. അതല്ല, നിങ്ങളൊരു അക്കാദമിക് ഇയറിന്റെ ബിഗിനിങ്ങിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഇറങ്ങണമെങ്കിൽ അധിക സ്കൂളിലും ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, നമ്മൾ നോട്ടീസ് പീരീഡ് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അത് കൊടുത്ത് ഞാൻ ഒക്ടോബർ 23 ഞാൻ ഇറങ്ങേണ്ട ദിവസം. പക്ഷേ പിന്നെ എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, IGCSE അതായത് 9 and 10 കുട്ടികളെ ബോർഡ് എക്സാമിലേക്കുള്ള ആ കംപ്ലീറ്റ് പോർഷൻ അങ്ങ് തീർക്കുകയാണെങ്കിൽ, അറിയാലോ ഒരു ന്യൂ ടീച്ചർ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എത്ര എക്സലന്റ് ടീച്ചർ ആണെങ്കിലും അതുവരെ പഠിപ്പിച്ചൊരു ടീച്ചർ ഇറങ്ങിയിട്ട് വേറെ ടീച്ചർ കയറുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് മക്കൾക്ക് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം നമ്മുടെ കുട്ടികൾ നമ്മൾ അതുവരെ അല്ലെ 9ഉം 10ഉം പഠിപ്പിച്ച മക്കളാണ്, അവർക്ക് എല്ലാ പോർഷനും തീർത്തിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് വെച്ചാല്, എന്താ ഞാൻ തിരിച്ചറിയുന്ന ഒരു ഇത് എന്താന്ന് വെച്ചാല്, നെക്സ്റ്റ് മന്ത് അതായത് നവംബർ മുതൽ എനിക്ക് സാലറി 0 സാലറി ആണ്. ഒരു ഗ്യാരണ്ടി ഇല്ല, എന്ത് എവിടുന്ന് എങ്ങനെ ഒരു ഐഡിയ ഇല്ല നമ്മൾ എന്തായിരുന്നു. പക്ഷെ എനിക്കുള്ളത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഞാൻ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, വലിയ വലിയ അഹങ്കാരാണ്. നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോ എനിക്ക് അതുകൊണ്ടായിരിക്കാം ഓവർ കോൺഫിഡൻസ് എന്ന് ഞാൻ പറയുന്നുമില്ല, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ ഞാൻ വന്ന് പിന്നെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കുറെ ടീച്ചേഴ്സിന് ജോബൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ആളുകൾ എന്നെ പിന്നെ കേൾക്കാൻ നിൽക്കുന്നവരും എൻ്റെ ഹെൽപ്പിന് വേണ്ടി നിൽക്കുന്നവരും പുറത്തുണ്ട്. അപ്പൊ എനിക്ക് തോന്നി, എന്തായാലും ഞാൻ ഈ മാസം ഫ്രീ ആണ്, അടുത്തൊരു കാര്യം സെറ്റാക്കുന്നതിന്റെ മുമ്പ് ടീച്ചേഴ്സിന് കുറേ ആളുകൾക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ കാര്യങ്ങൾ എന്താണെന്നറിയില്ല. ഞാനാണെങ്കിൽ കുറേ സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, കുറെ റിജക്റ്റ് ചെയ്യുന്നു, വീണ്ടും പോകും, വീണ്ടും റിജക്ഷൻ, അങ്ങനെ അങ്ങനെ കയറിപ്പോയതാ ഒരാള്. അപ്പൊ എനിക്ക് തോന്നി, ഒരു കേരള ടീച്ചർക്ക് സീറോയിൽ നിന്ന്, നമ്മുടെ ഒരു കേരള ടീച്ചർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സ്കൂളിലേക്ക് കയറി പോവാന്നുള്ള കംപ്ലീറ്റ് കാര്യം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിന് ഒരു ക്ലാസ് കൊടുക്കാന്നുള്ളതായി, അവർക്കൊരു ക്ലാസ് വെക്കാന്ന്. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ക്ലാസ് കൊടുക്കാനുള്ള ഇപ്പോ സൗദിയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പേഴ്സൺ നീയാണ്. കാരണം എന്താ അറിയോ, അത്രയും സ്കൂളിൽ പോയിട്ട് പൊട്ടിയിട്ടുണ്ട്, ഇന്റർവ്യൂന്ന് എനിക്ക് കിട്ടിയിട്ടില്ല.
പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ എല്ലാവർക്കും ഇത് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത്രയും പേര് സ്കൂളിൽ കയറിയിട്ടുണ്ട്. അതും ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലാണ്. അപ്പോ ഇവരിത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആർക്കാണ് കൊടുക്കുന്നത്, മലയാളികൾക്ക് മാത്രമാണോ? അതെ. അപ്പൊ എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു, മലയാളികളാണെങ്കിൽ മാക്സിമം ഒരു 500 രൂപ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെ സൗദിയിൽ നിന്നും കൊണ്ട് 500 രൂപ പറയുമ്പോൾ 25 റിയാൽ പോലും ഇല്ല. വീണ്ടും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഫ്രീ ആയിട്ട് കൊടുക്കണം അതോ പെയ്ഡ് ആയിട്ട് കൊടുക്കണം? അപ്പൊ എനിക്ക് തോന്നി, നമ്മള് ഫ്രീ ആയിട്ടൊരു കാര്യം കൊടുക്കുമ്പോൾ ചില ആളുകൾക്കൊന്നും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അത്രയും നല്ലൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് എങ്ങനെ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലേക്ക് എത്താന്നുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് തോന്നി, കാരണം മുമ്പത്തെ സാലറി ഞാൻ എത്രയോ മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇനി എന്നെ ട്രോളും എന്നുള്ള പേടി എനിക്കുണ്ട്. 2 ലക്ഷത്തോളം സാലറി വാങ്ങുന്ന ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുത്തിപ്പിടിച്ച് എഴുതിയിരിക്കുക 500 രൂപ, 1000 രൂപ എന്ന് പറഞ്ഞാൽ 525 റിയാൽ പോലും ഇല്ല. അപ്പോ ഞാൻ വിചാരിച്ചു 1000 രൂപക്ക് ക്ലാസ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നൊരു 2 3 ദിവസത്തെ ക്ലാസ് ആണ്, ശരിക്കും ഓർക്കുന്നില്ല. ക്ലാസ് എടുത്ത നിങ്ങൾ ഉള്ളവരെ കമന്റ് തന്നോ കേട്ടോ. അപ്പോൾ ഞാനൊരു പിന്നെ ക്യാൻവേ പോയിട്ട് ഒരു പോസ്റ്റർ ആക്കി ഇത് പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ എന്നുള്ള ഒരു കോഴ്സ് കൊടുക്കുന്നൊരു താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഒരുപാട് ടീച്ചേഴ്സ് ജോയിൻ ചെയ്ത് ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ചെയ്തോ, നമ്മൾ മലയാളികൾ വരുമ്പോൾ ഇവിടെയാണ് പൊട്ടുക, അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഇന്റർവ്യൂവിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തോ. അങ്ങനെ ഈ ക്ലാസ് കൊടുത്ത് ഞാൻ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് എൻ്റെ മൈൻഡിലേ ആ സമയത്തില്ല. കുറച്ച് ക്ലാസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. മുമ്പ് ഞാൻ അക്കാദമി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ കൊറോണ സമയത്ത്. ഇത് കഴിഞ്ഞ് പിന്നെ ആളുകൾ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി, മിസ്സേ നെക്സ്റ്റ് ബാച്ച് ഉണ്ടോ? അങ്ങനെ ബാച്ച് 2 വന്നു. അതിലേക്കും അത്യാവശ്യം അഡ്മിഷൻ ഉണ്ട്. അപ്പൊ എനിക്കും എന്താ പറയാ, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതും നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടാൻ തുടങ്ങി, ദുബൈയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, സൗദിയിൽ നിന്ന്, മിസ്സേ കിട്ടി, മിസ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു, കിട്ടി എന്നും പറഞ്ഞിട്ട് ടീച്ചേഴ്സിന്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ടീച്ചേഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മള് എന്താ പറയാ, കുറെ ഇന്റർവ്യൂ പൊട്ടി അവസാനം നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ കയറി, അതുപോലെ കുറെ ഫ്രണ്ട്സിന് ജോബ് വാങ്ങിക്കൊടുക്കാൻ പറ്റി. വീണ്ടും ഞാനൊരു ട്രെയിനിങ് കൊടുത്തതേ നമ്മുടെ ടീച്ചേഴ്സിന് വീണ്ടും ജോലി കിട്ടുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അത്രയും പിടിച്ചില്ല. കാരണം ആള് ഇങ്ങനെ നോക്കിയിരുന്നു. ആൾക്കും പിന്നെ ഒരു സംശയം, എനിക്ക് വല്ല വട്ടുണ്ടോ. കാരണം അത്രയും നല്ല ജോബിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്, അല്ലെ, ഡ്രീം ജോബായിരുന്നു, അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഇപ്പൊ കുറച്ച് മലയാളി ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സും പറഞ്ഞിരിക്കുക. സൗദിയിൽ ഓരോ മാസം ലെവി കൊടുക്കാനുള്ള ക്യാഷും കൂടെ കിട്ടൂല എന്നുള്ളതിലായിരുന്നു ഹസ്ബൻഡ്. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ബാച്ച് 3, ബാച്ച് 4, ബാച്ച് 5, ഓരോ ബാച്ചിലേക്കും ഞാൻ പോകുമ്പോഴും എനിക്ക് എന്തായി, കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യണം, ഇതും കൂടെ പറയണം. പിന്നെ സ്കൂളിൽ പോയ ടീച്ചേഴ്സ് വിളിക്കുമ്പോൾ അവരുടെ ഒരു സജഷൻ, മിസ് ഇതിങ്ങനെയാണ്, മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് ഈ 1000 രൂപയുടെ കോഴ്സ് 2500ആയി, 3500ആയി, 6500ആയി. ഇപ്പൊ നമ്മുടെ ഹൗ ടു ബിക്കം എന്നാണ് കോഴ്സ് വന്ന് നിൽക്കുന്നത്. 30 ഡേയ്സ് ചലഞ്ചിലാണ്. ഇപ്പൊ അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 25,000 റുപ്പീസാണ്. 1000-ൽ നിന്ന് തുടങ്ങിയത് 25,000 റുപ്പീസിലെത്തി. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ കേരള വുമൻ യുണൈറ്റഡ് ക്ലബിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കുക. കുറെ പേര് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ ഹൈസ്കൂളിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ചെറിയ ക്ലാസ്സിലേക്ക് അവർ നമുക്ക് എൻട്രി തരുന്നുള്ളൂ, ഹൈസ്കൂളിൽ എന്താ കിട്ടാത്തത്? ഞാനാണെങ്കിൽ ഹൈസ്കൂളിൽ സീനിയർ ടീച്ചറായിരുന്നു, 9 to 12 പഠിപ്പിച്ചു, ഡെപ്യൂട്ടി കോർഡിനേറ്റർ ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് പറ്റൂല. ഞാൻ ജിദ്ദയിലെ ടോപ്പ് 10 സ്കൂളിൽ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ അടുത്ത് ഒരുപാട് എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, വേൾഡ് അച്ചീവ്മെന്റ് കൊടുക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് മീ. എൻ്റെ സബ്ജക്റ്റ് എനിക്കും പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു. അതിലുള്ള ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർ ഡിസൈൻ ചെയ്യുന്ന പോലെയല്ല. എന്താന്ന് വെച്ചാൽ നാട്ടിലെ സാധാ ഗവൺമെന്റ് സ്കൂള്, CBSE പോലും ഞാൻ പഠിച്ചിട്ടില്ല. ആ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പിന്നെ എല്ലാം മലയാളത്തിലാണ്, ഇംഗ്ലീഷ് അധികം പോകുന്നില്ല, ഇംഗ്ലീഷിലല്ല പഠിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് ഗൾഫിൽ വന്ന് ബ്രിട്ടീഷ് സ്കൂളിൽ ഇത്രയും ലെവലിൽ എനിക്ക് എത്തിയ ആ ഒരു ജേണി മതി. ഞാൻ ഓരോന്നായിട്ട് ഫസ്റ്റ് എന്ത് സ്റ്റെപ്പ്, സെക്കൻഡ്, തേർഡ്, 1 by 1, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എഴുതിയിട്ട് ഒരു കോഴ്സ് അങ്ങ് ഡിസൈൻ ചെയ്തു.
എന്നിട്ട് ഞാൻ എക്സ്പേർട്ട് ട്രെയിനേഴ്സും ആണ്, മലയാളം സംസാരിക്കുന്നവരുമാണ്. കാരണം ഇത് മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്തതല്ലേ. ഇവരോട് ഞാൻ സംസാരിച്ച് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എല്ലാ ഫ്രീഡവും ഞാൻ തരാം, ഫുൾ സപ്പോർട്ടും ഞാൻ തരാം, പക്ഷെ നിങ്ങളുടെ സബ്ജക്റ്റിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ് കൊടുത്തിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ അവർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ ലാസ്റ്റ് മെയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കെമിസ്ട്രി ബിസിനസ്സാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ട്രെയിനേഴ്സ് റെഡി ആയിരുന്നു, പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ. ചില ട്രെയിനേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, മുനീറ ഇത്ര സ്പൂൺ ഫീഡിങ് വേണോ? ഇവരൊക്കെ പ്രൊഫഷണൽ ടീച്ചേഴ്സ് അല്ലേ? ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സ് പ്രൊഫഷണൽസ് ആണ്, അവർക്ക് ഈ സിലബസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് സീറോയിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളത് വരച്ചു കൊടുക്കണം അവർക്ക്. അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് പെർഫെക്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിന്റെ ക്വാളിറ്റി ഒബ്സേർവ് ചെയ്ത് അത് ചെക്ക് ചെയ്ത് അതിലേക്ക് വേണ്ട സജഷൻ കൊടുത്ത് അങ്ങനെ 9 സബ്ജക്റ്റ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ട്സ്, ബിസിനസ്, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് ICT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. മാത്തമാറ്റിക്സിൽ പ്യുവർ മാത്ത്, മെക്കാനിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ എല്ലാം കൂടെ സയൻസ് എല്ലാം പ്രാക്ടിക്കലിൻ്റെതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. കാരണം സ്കൂളിൽ കുറേ ടീച്ചേഴ്സിന് ബ്രിട്ടീഷിലൊക്കെ വന്നാൽ ജോബ് പോകുന്നത് ലാബിൽ കയറാത്ത പ്രശ്നം, ലാബിലുള്ള പ്രശ്നം കൊണ്ടൊക്കെ ടീച്ചേഴ്സിന്റെ ജോബ് പോയത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു തുടക്കമായിരുന്നു. അത് കഴിഞ്ഞു എന്താ സംഭവിച്ചത്? അടുത്ത കോള്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ടീച്ചേഴ്സിന് ബ്രിട്ടീഷിൽ കിട്ടുന്നു, അമേരിക്കൻ സ്കൂളിൽ കിട്ടുന്നു. ആ ഒരു സന്തോഷല്ലേ നിങ്ങൾക്ക് തന്നെ. അതിങ്ങനെ അവർ പറയുമ്പോൾ നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്ത സംഭവം ഇന്റർനാഷണൽ സ്കൂളിലേക്ക് നമ്മുടെ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്ത് ഇംഗ്ലീഷ് പേടിച്ചിരിക്കുന്നവർ ഇതും കൊണ്ട് പോവാണ്. പോയിട്ട് അവരുടെ CV മാസ്റ്ററിങ് IGCSE ആൻഡ് A ലെവൽ എന്ന് കാണുമ്പോൾ അവരവിടെ ഇരുത്തുകയാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് പിന്നെ അവരോട് ക്വസ്റ്റ്യൻ ആണ്, ആരാ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ പഠിച്ചത്? അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി എന്ന് പറയുമ്പോൾ അത് അതിലും കൂടുതൽ സന്തോഷമാണ് തരുന്നത്. ടീച്ചേഴ്സ്, ഇത് കേൾക്കുന്ന നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത ഒരു കാര്യമല്ല. നമ്മൾ ആലോചിക്കുന്ന ചെറിയൊരു കാര്യമാണ് പിന്നെ വലിയൊരു റിസൾട്ട് ആയിട്ട് വരുന്നത്. ഖത്തറിൽ നിന്ന് കോൾ വരുന്നുണ്ട്, ദുബൈയിൽ നിന്ന് കോൾ വരുന്നുണ്ട്, സൗദിയിൽ പിന്നെ ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെയാണ്. ഒരുപാട് ടീച്ചേഴ്സിന് ജോബ് കിട്ടി. അങ്ങനെ ഔട്ട് ബിക്കമും മാസ്റ്ററിങ് അയച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാവങ്ങളുണ്ട് ടീച്ചേഴ്സ്. അവർക്ക് കരിയർ ഗ്യാപ്പ്. അവരറിയാം 9 മുതൽ 12 അത് ഞങ്ങൾക്ക് പേടിയാണ്, അത്ര കഴിയൂല, ചെറിയ ക്ലാസ്സിലേക്കുള്ള ട്രെയിനിങ്. അപ്പോൾ 4 to 8 ബ്രിട്ടീഷിൽ ബോർഡ് എക്സാം വരുന്നതാണ് ചെക്ക് പോയിന്റ്. ഈ ചെക്ക് പോയിന്റിൽ അടുത്ത ട്രെയിനിങ്. ചെക്ക് പോയിന്റ് മാത്ത്, സയൻസ്, ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്റ്റിലാണ് ചെക്ക് പോയിന്റിലത്. FLE ആൻഡ് ESL ഇംഗ്ലീഷിൽ ഇതാക്കി. അതിലേക്കും നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള ബെസ്റ്റ് സ്കൂളിലായതുകൊണ്ട് നമ്മളടുത്ത് ബെസ്റ്റ് ട്രെയിനേഴ്സ്, വേൾഡ് എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്റർനാഷണലി ഇത് കൊടുക്കാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ആ ക്ലാസ് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് 1 വീക്ക് കൊണ്ട് തന്നെ മാത്തിന്റെ ടീച്ചർ വിളിച്ചിട്ട്, മിസ്സെ കിട്ടിയിട്ടോ, ബ്രിട്ടീഷിലാണ് കേട്ടോ, ഇത്ര സാലറി ഉണ്ട്. ആൾക്ക് വിശ്വസിക്കാൻ വയ്യ. ഇങ്ങനെ പിന്നെ എനിക്കിതൊരു പാഷനും എന്താ പറയാ, നമ്മൾ ഇതിലങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത കോഴ്സ് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് നമ്മുടെ എനർജി കൂടുന്നത്, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇത്രയും ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്ക് ഔട്ട് ബിക്കമിനെ നമ്മൾ മാറ്റി പിടിക്കുന്നു. അങ്ങനെ ഔട്ട് ബിക്കമ്മ് നമ്മൾ കുറെ റെക്കോർഡഡ് ക്ലാസ് കൊടുത്ത് അവർക്ക് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിലേക്ക് നവംബറിൽ ഔട്ട് ബിക്കം 30 ഡേയ്സിലേക്ക് മാറ്റി. കാരണം കുറെ ആളുകൾക്ക് ലൈവായിട്ട് ഇന്റർവ്യൂ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പേടി. അപ്പൊ നവംബറിൽ നമുക്ക് 86 ടീച്ചേഴ്സ് എൻറോൾ ചെയ്തു. ഇപ്പൊ നമ്മൾ ഡിസംബറിൽ 120 അഡ്മിഷനിൽ നമ്മൾ ക്ലോസ് ചെയ്തു. അതുപോലെ ഡിസംബറിൽ നമ്മുടെ 3rd ബാച്ച് മാസ്റ്ററിങ് IG-യും അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെക്ക് പോയിന്റിന്റെ ബാച്ച് കഴിഞ്ഞു, അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആ കോഴ്സ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. ഇങ്ങനെ ഞാൻ നമ്മുടെ കോഴ്സ് തുടങ്ങിയ സമയത്ത് തന്നെ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്. എനിക്കാണെങ്കിലും മോർണിംഗ് അലാറം വെച്ച് സ്കൂളിലേക്കും പോണ്ട, ലാപ്ടോപ്പ് തുറക്കുന്നു,
എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്നു, അവരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കിട്ടുന്നു. അതിലും വലിയ സന്തോഷം എന്താ ഉള്ളത്? അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് എന്നെ ഒരു ട്രെയിനർ ആക്കിയത് കേട്ടോ, പറയാതെ വയ്യ. അപ്പോൾ എൻ്റെ ക്ലാസ് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, ബെസ്റ്റ് റിസൾട്ട് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, എങ്കിൽ പിന്നെ ഈ ഒരു ട്രെയിനർ കോച്ച് എന്നുള്ളതിലേക്ക് തിരിയാന്നായി. അങ്ങനെ ഏപ്രിൽ 2025 ഞാൻ ഒഫീഷ്യലി നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തു, നോവ മലബാരിക്ക പ്രൈവറ്റ് ലിമിറ്റഡ്.com. നിങ്ങൾക്ക് അത് എന്താ ഗൂഗിളിൽ പോയി നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു കമ്പനിയുടെ ഡയറക്ടറായി. 2007 ഞാൻ സൗദി അറേബ്യയിൽ ലാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ സ്വപ്നം ഇതുപോലൊരു റോളിംഗ് ചെയറിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്നായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ റോൾ ചെയ്ത് എന്തായിരുന്നു, ഒരു ക്യാമ്പസിനകത്തായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷ് സ്കൂളില്. അത് കഴിഞ്ഞിപ്പോ ഞാൻ എൻ്റെ സ്വന്തം കമ്പനി ഫോം ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ അതിൻ്റെ ഒരു ഡയറക്ടറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. എത്ര പേർക്ക്, നിങ്ങൾക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് കാല് വെക്കുക. ഒരു വട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവാം, എന്നിട്ട് നമുക്ക് അങ്ങനെ പടിപടിയായിട്ട് കയറിപ്പോവാം. അത് കഴിഞ്ഞ് 2025 ഓഗസ്റ്റ് 23 ഞാൻ ഒഫീഷ്യലി കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് അതിൻ്റെ ലോഞ്ചിങ് നടത്തി. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് വന്നു, നമ്മളത് നന്നായിട്ട് ലോഞ്ചിങ്ങും കഴിഞ്ഞു. ഇനി എന്താ സംഭവിച്ചത് അടുത്തത്? കരിയർ ജേണി ആകുമ്പോൾ എല്ലാം പറയണല്ലോ അല്ലെ. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, അടുത്തൊരു വീഡിയോയിൽ ആ കേസിന്റെ കാര്യം ഒക്കെ പറയാം. ഒന്നുമില്ല, എൻഡ് ഓഫ് സർവീസ് 9 years വർക്ക് ചെയ്ത എൻഡ് ഓഫ് സർവീസിന് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തായിരുന്നു. അപ്പോൾ തലവെട്ടുന്ന കോടതിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ. എല്ലാവർക്കും പേടിയാണ് സൗദി അറേബ്യയിലെ കോടതി എന്ന് പറയുമ്പോൾ. നമ്മളൊരു കാര്യം പേടിച്ചിരുന്ന ഒന്നും സംഭവിക്കുന്നില്ല, നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കാന്ന് കാണുന്നത്. എന്തായാലും ഒരു എൻഡ് ഓഫ് സർവീസ് ചോദിച്ചതിന് അവരെന്റെ തല വെട്ടില്ല എന്ന് എനിക്കറിയാം. അത് കോർട്ടിൽ പോയതും അതിന്റെ മറ്റ് റിസൾട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അത് ഒരു വേറെ സ്റ്റോറിയാണ്, ഒരു ഭാഗമാണ് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ, നെക്സ്റ്റ് വീഡിയോ കൊണ്ടുതരാം. അപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല്, നമ്മൾ ക്യാഷിനെ കുറിച്ച് മറക്കുക. നമ്മൾ ചെയ്യുന്ന സർവീസ്, നമ്മുടെ പാഷന് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ ക്യാഷ് താനേ നമ്മളടുത്തേക്ക് വന്നോളൂ. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഏണിംഗ് എന്ന് പറയുന്ന, ഇത്രയും കാലം ഞാൻ ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ആദ്യം എൻ്റെ 2 lakhിലേക്ക് ഞാൻ പിടിക്കുക എന്നുള്ളതായിരുന്നു. ആ 2 lakh എന്ന് മാറിയിട്ട് അത് 5 lakh ആകുന്നു, 10 lakh ആകുന്നു മന്ത്ലി ഏണിങ്. അപ്പോഴാണ് ഞാനൊരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇതേ സമയത്ത് ഞാൻ മലയാളികൾക്ക് മാത്രമല്ല, അറബ്സിനും ഇവിടെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. മെന്ററിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് ജോബ് വാങ്ങിക്കൊടുക്കുക, ഗ്യാരണ്ടിയോട് കൂടി ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 1 year ആയപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ബിസിനസ് സെറ്റപ്പ് വരുന്നത്, നമുക്ക് വെർച്വൽ ഓഫീസ് എങ്ങനെ വരും, കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ്, കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്തണം, അഡ്വർടൈസ്മെന്റ് എന്താ ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഞാൻ പഠിച്ചു. നമ്മൾ തീരുമാനിച്ചാല് നമുക്ക് ആർക്കും എവിടെ എത്തിപ്പെടാൻ പറ്റും. ടീച്ചേഴ്സ് വെറുതെ വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ വാ. അപ്പോഴാണ് കുറേ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു വിഷമാണ്, മിസ് എത്രയും പഠിച്ചു, ഞങ്ങളുടെ പാരൻസിനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, വെറും ഹസ്ബൻഡിന്റെ സാലറിയോട് എന്താക്കാനാണ്. അപ്പൊ എനിക്ക് തോന്നി, അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ പ്രശ്നം. ഞാൻ ഫ്രീ മീറ്റിംഗ് വിളിച്ച് വർക്ക് ഫ്രം ഹോം എന്താന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ നമ്മള് ഇപ്പൊ ഈ സൺഡേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. ആ മീറ്റിങ്ങും കഴിഞ്ഞ് നമ്മളിപ്പോ ഓഫർ ചെയ്തിരിക്കുന്നവർക്ക് എന്താന്ന് വെച്ചാൽ 2 days ഞാൻ ഈ വന്ന വഴികളുണ്ടല്ലോ, ഞാൻ എൻ്റെ ഇന്റർനാഷണൽ സ്കൂളിൽ എങ്ങനെ ടീച്ചേഴ്സിനെ പിന്നെ ജോബ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ കുറെ എക്സ്പേർട്ടുകൾ ഉണ്ട്, സബ്ജക്ട് എക്സ്പേർട്ടുകൾ. കുട്ടികൾ ചെറുതായതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡുമാർ ഗൾഫിലില്ലാത്തതുകൊണ്ട് അവർക്ക് ഇന്റർനാഷണൽ സ്കൂളിലൊന്നും വന്ന് പണിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് മിനിമം ഒരു 25-50,000, 1 ലക്ഷം 2 ലക്ഷം എങ്ങനെ വാങ്ങാന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ ഇത്രയും ലെവലിൽ എത്തിക്കണമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഫോളോവേഴ്സിന്, നമ്മുടെ സിസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുത്തുവിടാം. അപ്പൊ അത് ഈ വെനസ്ഡേ തേഴ്സ്ഡേ ചെറിയൊരു ഫീസിൽ
അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഒരു ചെറിയ ഫീസ് വെച്ചത് എത്രയാണ്, 1500 രൂപ വെച്ചിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. ഫീ വാങ്ങിയിട്ടാകുമ്പോൾ അവർക്ക് ആ ക്ലാസ്സിലൊരു സീരിയസ്നെസ് ഉണ്ടാവും, ശ്രദ്ധിക്കും. അതിലേക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാത്രമേ കയറി വരുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ കയറി വരും, അതിനൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഫീസും വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതും കൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലേക്ക് ഇറങ്ങി. ലാസ്റ്റ് റമദാനിൽ ഇതുപോലെ 30 ഡേയ്സ് ഫ്രീ ക്ലാസ് ഒക്കെ കൊടുത്ത്, അതിൽ ഫർഹത്ത് എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട്, അവരുടെ മോമ് ഒരു ബ്രാൻഡ് തുടങ്ങി, ലുബ ബ്രാൻഡ്. അതിപ്പോ ഇന്റർനാഷണൽ ബ്രാൻഡായി മാറി. ഇതുപോലെ ഞാൻ കുറച്ച് ഐഡിയാസ് അവർക്ക് കൊടുത്തതായിരുന്നു. അതുപോലെ ട്യൂഷനിൽ കൊടുത്ത കുറെ പേര് 15,000, 20,000, 30,000, 50,000 വരെ ട്യൂഷൻ നേൺ ചെയ്യുന്നവർ എനിക്ക് കാണാൻ പറ്റി. അതായിരിക്കാം എനിക്കുള്ള സെൽഫ് കോൺഫിഡൻസ് തന്നത്. അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ ജേണി പോകുന്നത്. ഇന്ന് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നത് December 15th, 2025. ഇനി 15 ഡേയ്സും കൂടെ ഉള്ളൂ ഈ ഒരു വർഷം നമ്മളോട് വിട പറയാൻ, അല്ലേ? അപ്പൊ എനിക്ക് ഈ വർഷം എന്ന് പറഞ്ഞാൽ അത്രയും മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ തന്നിട്ടുള്ള ഒരു വർഷമാണ്. ഓരോന്നായിട്ട് എന്താണ് ഞാൻ മുന്നോട്ട് വരുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാണ്, ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. ഇനി നെക്സ്റ്റ് ഇയറിൽ ഞാൻ എന്ത് ലെവലിലേക്കാണ്, എന്താണ് എൻ്റെ പ്ലാൻ എന്നുള്ളത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2024 ഒക്ടോബറിൽ ഞാൻ റിസൈൻ ചെയ്തു. 2025 ഒക്ടോബറിൽ ഞാൻ ഫസ്റ്റ് ബിസിനസ് അവാർഡ് വാങ്ങി എന്നുള്ളതാണ് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ, ഇത് രണ്ടും തന്നെയാണ് എന്നെ ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യം. അപ്പൊ ടീച്ചേഴ്സ് കഥ കേൾക്കുന്ന പോലെ ഇതിങ്ങനെ കേട്ടിരിക്കണ്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നും നോക്കണ്ട, താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീംസിന്റെ. എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മളിടുന്ന് ഹെൽപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്തോ. നമ്മൾ ആരും ഭയങ്കര സംഭവമായിട്ടൊന്നും വളർന്നു വന്ന ആളുകളല്ല. സാധാരണ വീട്ടില് ഒരു റിമോട്ട് വില്ലേജിൽ നിന്ന് കയറി വന്നിട്ടുള്ളതാണ് ഞാനൊക്കെ. ഇന്ന് ഇന്റർനാഷണലി ആളുകളെ ജോബിന് സഹായിക്കുന്നു. അതുപോലെ വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നു. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീന്റെ ഡയറക്ടറായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. ഇതൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം അച്ചീവ് ചെയ്ത് അത് വിളിച്ചു പറയാനും നമുക്ക് ഒരാളെയും പേടിക്കണ്ട. കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി കരയല്ല വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അടുത്തതിൽ ഞാൻ എന്തിനാണ് ഞാൻ എന്താ പറയാ സൗദി കോർട്ടിൽ കേസ് കൊടുത്തത്, എന്താണ് സംഭവിച്ചത്, എല്ലാവരും റെഡി അല്ലേ? അത് നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാട്ടോ. കുറെ പേർക്ക് അറിയാം നമ്മൾ ആ ഒരു കേസ് കൊടുത്തതും കാരണമൊക്കെ. അതും കൊണ്ട് ഞാൻ വരാം. ഓക്കെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് അതും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇതാണ് എൻ്റെ ജേണി. ഇനി അടുത്ത മീറ്റിംഗിൽ മിസ്സേ അടുത്ത പാർട്ട് എവിടെയെന്ന് ചോദിക്കണ്ട. അത് ഇപ്പൊ ഈ ജേണിയിലാണ് ഞാൻ പോകുന്നത്. സ്കൂളിലേക്ക് ഇനി കയറുമെന്ന് ചോദിച്ചാല് നമ്മൾ പറയില്ലേ, നല്ല നല്ല ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസ് ഉണ്ട്. എന്തായാലും പാർട്ട് ടൈം കിട്ടുകയാണെങ്കിൽ തൽക്കാലം ഒന്ന് കയറണം എന്നുണ്ട് എനിക്ക്. അല്ലാതെ ഇപ്പൊ ഇനി ടീച്ചിങ്ങിലേക്ക് പോകുന്നില്ല. അതിലെനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും എന്താണെന്നുള്ളത് പഠിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ ജോബ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് തോന്നിയിട്ട് മറ്റുള്ള എല്ലാവരും നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. ഐ ആം റെഡി ടു ഹെൽപ്പ് യു. ഞാൻ മെന്ററിങ് കൊടുക്കുന്നുണ്ട്, റെഡിയാണ്. നിങ്ങൾ ഒരു വിഷമവും വേണ്ട. എന്നെ ആര് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിങ്ങൾ നിൽക്കുന്നതാണോ അവിടെ ആ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ എറേസ് ചെയ്യുക. റൈറ്റ് ദെയർ മിസ് മുനീറ മുഹമ്മദ് അലി, ഐ ആം റെഡി ടു ഹെൽപ്പ് യു ഓൾ. താങ്ക് യു.